വേസ്റ്റ് എടുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ എടുക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങൾ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൂടാ. ഹരിത ടൂറിസം ആയിട്ട് പ്രഖ്യാപിച്ചേക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ നിക്ഷേപിക്കാൻ നമുക്ക് പറ്റത്തില്ല, അതിനുള്ള സംവിധാനവും ഇല്ല. അതുകൊണ്ടാണ് നമ്മളന്ന് പറഞ്ഞത് ഫുഡ് വേസ്റ്റ് തിരിച്ചു കൊണ്ടുപോകണം. നോൺ വെജ് ഒന്നും ഇവിടെ പറ്റത്തില്ല. അത് നമ്മളിവിടെ എടുത്ത് വെച്ചാൽ തന്നെയും കുരങ്ങും ഭയങ്കര ശല്യമുള്ള സ്ഥലം. അത് ഇവിടെ മൊത്തം ആക്കി വീണ്ടും വീണ്ടും അത് ശോചനീയാവസ്ഥയിലേക്ക് പോകത്തേ ഉള്ളൂ. ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പിന്നെ അതിന്റെ സ്മെല്ലും കാര്യങ്ങളുമായിട്ട് പിന്നെ ഒരാൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമസ്കാരം. മലമേലുണ്ടായ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ വെച്ചൊരു പ്രോഗ്രാം നടത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ രീതിക്ക് തന്നെ അവിടെ നമ്മൾ ആ പ്രോഗ്രാം നടത്തിയത്. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ വെച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചായിരുന്നു. അത് നമ്മൾ തന്നെ ഓർഡർ ചെയ്ത്. അവിടെ ഈ മറ്റ് ആഹാരം, അവിടുത്തെ ക്യാൻറ്റീനിൽ എല്ലാത്തരം ആഹാരവും ഇല്ല, വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊരു പ്രോഗ്രാം ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവച്ചാൽ കഴിക്കേണ്ടി. അപ്പോൾ അങ്ങനെ കൊണ്ടുവച്ച് കഴിച്ചപ്പം അതിനവിടെ വിലക്കൊന്നുമില്ല. അങ്ങനെ കൊണ്ടുവച്ച് കഴിക്കുന്നതിന് നമ്മൾ ആഹാരം കഴിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ കഴിച്ചതിൻ്റെ ബാക്കി സാധനങ്ങളും കൂടെ നമ്മൾ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ, ഞാൻ അത് ആ പോസ്റ്റ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാലേ, ഞാൻ ആ സാധനമായിട്ട് ആ വേസ്റ്റ് എല്ലാം കെട്ടിപ്പൊഞ്ഞ് നിൽക്കുന്ന പടമാണ് ഞാൻ ഇട്ടത്. അതിൻ്റെ വിഷയമെന്ന് പറയുന്നത്, മലമേൽ പോലൊരു സർക്കാരിൻ്റെ ടൂറിസം കേന്ദ്രത്തിൽ ഇത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു മാലിന്യ വേസ്റ്റ് സംസ്കരിക്കാനുള്ള ഒരു സംഭവം അവിടെ ചെയ്യേണ്ടത് പഞ്ചായത്തായാലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് പുറം ലോകത്തെ അറിയിപ്പിച്ചതാണ്. നമ്മുടെ ഏറ്റവും സ്വപ്ന പദ്ധതിയാണ് ഈ മലമേലത്തെ ടൂറിസം എന്ന് പറയുന്നത്. അത് തകർക്കാനൊക്കെ കുറച്ച് പേര് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ തകർക്കാനുള്ളവർ വിചാരിക്കുന്ന ഞാൻ ഇതിന് തകർക്കാൻ വേണ്ടി ഇട്ട പോസ്റ്റാണ്. ഞാൻ അതല്ല ചെയ്തത്. ഇതിപ്പം നമ്മൾ പൊടിയാറ്റുകളൊക്കെ ഉള്ളവരാണ് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കളയുന്നെന്ന് വെച്ചോ. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ഒരു ടീം അവിടെ പരിപാടി നടത്തിയിട്ട് ഈ സാധനം അങ്ങോട്ട് എടുത്ത് പൊതിഞ്ഞ് കെട്ടി തൊട്ട് താഴോട്ട് ഇറങ്ങി കളഞ്ഞിട്ടങ്ങ് പോകും. അപ്പോഴേതാ കുഴപ്പം? പിന്നെ അതുപോലെ മലമേൽ ഒരു 10 പെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ജൈവ മാലിന്യം, അജൈവ മാലിന്യം. ഇതെല്ലാം നമ്മൾ ഈ കൊണ്ടുപോയ സാധനം ഞാൻ വെറും പേപ്പർ പ്ലേറ്റിലാണ് കഴിച്ചത്. അപ്പോൾ ഇത് ജൈവ മാലിന്യം തന്നെ സംഭവം. ആ പേപ്പർ പ്ലേറ്റ് അജൈവമാണെങ്കിൽ അത് അജൈവ മാലിന്യത്തിന്റെ ബോക്സിലോട്ട് ഇടണം. ഇതല്ലാതെ അവിടുത്തെ ടൂറിസത്തിലുള്ള സ്റ്റാഫ് പറഞ്ഞ് ഇത് കൊണ്ടുപോയി കളഞ്ഞേക്കാം. അപ്പോൾ എനിക്ക് കളഞ്ഞതല്ല വിഷയം, ഞാൻ കൊണ്ടുപോയതല്ല. അത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു, അത് വേറെ വിഷയം, അതിന്റെ പടമാണ് ഇട്ടേക്കുന്നത്. പക്ഷെ നമുക്ക് മലമേൽ അത്യാവശ്യമായിട്ട് ഇത് സംസ്കരിക്കാനുള്ള ഇപ്പം ഒരുപാട് മിഷൻ സംവിധാനങ്ങളുണ്ട്. തീ കരിച്ച് തന്നെ ഇത് മൊത്തത്തിൽ കളയുന്നത്. അതുപോലൊരു സംഭവം നമുക്ക് മലമേൽ അത്യാവശ്യമായിട്ട് വേണം. അത്രയേ ഉള്ളൂ നമ്മുടെ വിഷയം. വേസ്റ്റ് ഇടുന്ന കാര്യം എന്ന് പറയുന്നത്, കഴിച്ച ഫുഡിന്റെ ബാലൻസ് ഇവിടെ വെക്കരുതെന്ന് പറഞ്ഞു ഞങ്ങള്. കാര്യം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ സംസ്കരിക്കാനുള്ള സ്ഥലമില്ല. അതുപോലെ പ്ലാസ്റ്റിക് ഉള്ള കോട്ടിങ് ഉള്ള പേപ്പറായിരുന്നു, അതും ഇവിടെ ഇടാൻ പറ്റത്തില്ല. അന്നേരം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അത് പറഞ്ഞത് തന്നെ വേസ്റ്റ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാനാ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പിള്ളേർ ആ വേസ്റ്റ് കോരി എടുക്കുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കൈകൊണ്ടല്ലേ അവരത് ചെയ്യുന്നേ. അന്നേരം അത് സംസ്കരിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടാകണം. അതേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത്. ഇത് സംസ്കരിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം. അത് ആര് ചെയ്താലും മതി. പിന്നെ അജൈവ മാലിന്യങ്ങളൊക്കെ ഹരിതകർമ്മക്കാർ കൊണ്ടുപോകുന്നുണ്ട്. അവർ മാസം തോറും വന്ന് അത് ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് സംസ്കരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകണം. അതാണ് നമുക്ക് ആവശ്യം.